മറ്റുള്ളവരോടും കൂടി പറയണം. അത്രയും നന്നായിട്ട് അത് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം കുറേ സമ്മേളനത്തിന് പോയിട്ടുണ്ട്, അവിടെയൊന്നും യൂത്തിനെ കാണാറില്ലായിരുന്നു. ആദ്യമായിട്ടാണ് യൂത്തിൻ്റെ ഒരു പ്രകടനം കാണാൻ പറ്റിയത് വേങ്ങരയിൽ വെച്ചായിരുന്നു. അപ്പോൾ വേങ്ങര യൂത്ത് മെമ്പേഴ്സിനെ എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളത് തന്നെയാണ്. അതിന് തന്നെ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അവർ യൂത്തിൻ്റെ യൂണിലേക്ക് വന്നിട്ടുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വനിതാ വിദ്യൻ്റെ കാര്യം. ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേനത്തെ ഘടകത്തിൽ, അതായത് ജില്ലാ പഞ്ചായത്ത് വിഭാഗം യൂണിറ്റ് രൂപീകരിച്ചു. അത് കഴിഞ്ഞിട്ട് താലൂക്ക് ലെവലിൽ ചെയ്തു. പക്ഷേ യൂണിറ്റ് ലെവലിൽ ചെയ്യുന്നത് നമ്മൾ വളരെയധികം കുറവാണ്. സത്യത്തിൽ താഴത്തിന് മേലോട്ടേക്ക് പോകുന്നതായിരുന്നു വേണ്ടിയിട്ടുണ്ട്. അതില്ലാത്തത് കൊണ്ടുള്ള കഷ്ടപ്പാട് ഇപ്പോൾ നല്ലോണം ഉപയോഗിക്കുന്നത്. കാരണം യൂണിറ്റ് ലെവലിലെ വനിതാ വിഭാഗങ്ങൾ രൂപീകരിച്ച് കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യം താലൂക്ക് ജില്ലാ കമ്മിറ്റി നന്നായിട്ട് നടത്തുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ചില താലൂക്കുകളിൽ മാത്രമേ വനിതാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ആ ഗ്രൂപ്പിലുള്ള 5-6 വനിതകളെ വളരെയധികം സഹകരിച്ചുകൊണ്ട് കുറേ പേരെ ചേർത്തിട്ടുണ്ട്. ഈ മാസം തന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് വയ്ക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആർട്ടിസ്റ്റ് മാഡം, സന്തോഷ് കുമാരി, കോമളം തുടങ്ങി അവർ വളരെയധികം പ്രയത്നത്തോടു കൂടി തന്നെയാണ് ആ ഗ്രൂപ്പിൽ 10-45 പേരെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 58 ഞാൻ കണ്ടുള്ളൂ. 55 പേരെ ചേർത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനല്ലാതെ എറണാട് പോയി ഒന്നും പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഇവരിലൂടെയാണ് ആ കാര്യങ്ങൾ നടന്നു വരുന്നത്. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അവർ വളരെയധികം നന്നായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. 50 പേരെ വരെ ചേർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാസം അവസാനം ഞങ്ങൾ എറണാട് വനിതാ വിഭാഗം എന്തായാലും രൂപീകരിക്കും.